ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് വെറുതെ വീട്ടിൽ ചൊറിയും കുത്തിയിരുന്നപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാനൊരു ഊതി. അങ്ങനെ പോയൊരു പാവാട ഉടുപ്പൊക്കെ എടുത്തിട്ട് വന്ന് എന്നിട്ട് കണ്ണാടി മുന്നിൽ നിന്ന് രണ്ട് പട്ടിഷോയൊക്കെ കാണിച്ചിട്ട് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്കിൻ കെയർ എന്നൊന്നും പറയാനില്ല, ആകപ്പാടെ മോയ്സ്ചറൈസർ മാത്രം എടുത്ത് പിന്നെ എൻ്റെ മുഖത്തെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് കേട്ടോണ്ടാണ് ഗൈസ് ഒരുങ്ങുന്നത്. അപ്പോൾ അതിൻ്റേതായ എക്സ്പ്രഷൻസ് ഒക്കെ വന്ന് പോകുന്നുണ്ട് മുഖത്ത്, അത് നിങ്ങൾ ആരും ശ്രദ്ധിക്കണം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കൺസീലറാണ് ഗൈസ്. പിന്നെ കൺസീലറൊക്കെ എടുത്ത് ഒരു കളർ എടുത്ത് കണ്ണിൻ്റെ അടിയിൽ കുറച്ച് വരച്ച് കൊടുത്ത് ബ്രഷൊക്കെ ഉണ്ട്, എന്നാലും ബ്രഷ് യൂസ് ചെയ്യത്തില്ല. കാശ് കൊടുത്ത് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെക്കും, അത് ചീത്തയായാൽ പോലും ഞാൻ യൂസ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്, പുറത്ത് പോയതൊന്നുമില്ല. അടുത്തെന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ എടുത്തിട്ട് കയ്യിൽ കുറച്ച് ഇട്ടിട്ട് ഡോട്ടായിട്ട് മുഖത്തൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ മുഖത്ത് മൂക്കിലിടാൻ നേരത്ത് വന്നില്ല കയ്യിൽ. അതിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് എല്ലായിടത്തും ആക്കി കൊടുത്ത് എന്നിട്ട് അടുത്തെന്ന് പറഞ്ഞാൽ കണ്ണെഴുതൊക്കെ. ഇത് നീ ഫോൺ നോക്കി എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കണ്ണാടി എടുത്തിട്ട് അതിൽ നോക്കിയാണ് കണ്ണെഴുതി കൊടുക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലുക്ക് കംപ്ലീറ്റ് ആവാനുള്ളൊരു മെയിൻ സാധനമാണ് ഗൈസ്, പൊട്ട്. അങ്ങനെ പൊട്ടൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത് നമ്മുടെ സ്വന്തം ലിപ്സ്റ്റിക്ക്. അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ എടുത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഞാൻ ഐബ്രോ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെടുക്കാൻ ഞാൻ മറന്നുപോയതല്ലാതെ എടുത്തായിരുന്നു, ഡിലീറ്റായിപ്പോയി ഗൈസ്. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ 437 പൂച്ചപ്പൂട, അതിനി ചീപ്പിയെന്ന് വൃത്തിയാക്കണം. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ലുക്ക് കംപ്ലീറ്റ് ആയി. എന്നിട്ട് നമ്മൾ ഇനി കുറച്ച് കണ്ണാടിയൊക്കെ നോക്കി കുറച്ച് പട്ടിഷോ. അപ്പം നമ്മൾ റെഡിയായി. ഓക്കെ, ബൈ.